ഇന്നലെ നമ്മൾ ആ വീട്ടിൽ ചെന്നത് അവൾ അറിഞ്ഞു. ഇന്ന് അവൾ വന്ന് നമ്മളെ 4 പേരെടുത്തിട്ട് പെരുമാറും. ഇനി ഞാൻ ഇവിടെ നിൽക്കുന്നില്ല, ഞാൻ പോകാൻ പോവാ. എടാ മോനെ, വെറുതെ പേടിച്ചിരിക്കാതടാ. പേടിക്കുന്നവരെ പ്രേത ഇടയ്ക്കിടയ്ക്ക് പേടിപ്പിക്കൂ. എല്ലാം മറന്ന് നീ 2 പെഗടി. എടാ ഞാൻ കുടിച്ച പൂസൊന്നും ആവൂലടാ, എന്നെ വിട്ടേക്കടാ, ഞാൻ പോട്ടെ. അതിനടിക്കാൻ പറഞ്ഞപ്പോ ഒഴിവാക്കി തരാനോ? ഇനി എന്താടാ പറ. നീ പേടിക്കില്ല, ഞാൻ നിന്റെ കൂടെ ഇല്ലേ. നിങ്ങൾ നോക്കിയേ, ആ പ്രേതത്തിന് എന്നെ ശരിക്കും അറിഞ്ഞൂടേ. കഴുത്ത് തിരിച്ച് കൊല്ലും ഞാൻ. ബേസിക്കലി എന്റെ കാര്യം പറഞ്ഞാൽ ഞാൻ വളരെ നല്ലവനാ. എന്നോട് കൊമ്പ് വരയ്ക്കാൻ വന്നതുണ്ടല്ല, ഇവിടെ അവളെ കുളത്തിലടച്ച് അർമാദിച്ചൊരു ഡാൻസും കളിക്കും ഞാൻ. നോക്കിയാടാ, അവളങ്ങനെ എന്റെ കൈ കിട്ടിയാലേ പീസാക്കി ഇതിന് സൈഡ് ഡിഷ് ആക്കും ഞാൻ. എന്താടാ ഇങ്ങനെ നോക്കുന്ന? സാധനം ഒഴിക്കേ. ഇന്ദു, നീ കഴിക്കൂ. എന്താ ഇന്ദുവിന് കുടിക്കാൻ പാടില്ലെന്നുണ്ടോ? കുടിക്കാം. ഇതിലങ്ങനത്തെ വ്യത്യാസമൊന്നുമില്ലല്ലോ. പിന്നെ എന്ത് പോയി നോക്കിയിരിക്ക? ഒഴിക്കേ. ഇത് പിടിച്ചളിയാ. നന്നായിട്ടുണ്ടടാ. ഇനിയും കുറച്ചൊഴിക്കും. വേണ്ട, ഓവറാവാൻ വേണ്ടി തന്നെ കുടിക്കുന്നേ. ഒഴിക്കേ. പ്രേതടിച്ച് പൂസായടേ. സമയം കളയണ്ട, ഇപ്പൊ തന്നെ തട്ടിക്കളയടാ. ചേച്ചി വെറുതെ പറഞ്ഞേ. നിന്നെ കൊന്നിട്ട് ഈ നാടിന് തന്നെ വിരുന്നൊരുക്കം ഞാൻ, മനസ്സിലായോ? മരക്കഴുതേ. വിട്ടേക്ക് ചേച്ചി, പൂസായപ്പോ അറിയാതെ പറഞ്ഞ ക്ഷമിച്ചേക്ക് ചേച്ചി. ലഹരി തലക്ക് പിടിച്ച പറയുന്നത് എന്താന്ന് ബോധം ഉണ്ടാവില്ലേ ചേച്ചി? കൂടുതൽ വേടിപ്പിച്ച 2 രൂപ കൊണ്ട് വിട്ടേക്ക് ചേച്ചി. വൃത്തികെട്ടവൻ. കള്ളു കുടിക്കുമ്പോ എന്നെ സൈഡ് ഡിഷാക്കുമെന്നോ? എന്റെ മാംസം നിനക്ക് അത്രയ്ക്ക് നല്ലതാണോ? കഴിക്കുന്നോടാ, കഴിക്കുന്നോ? എടാ, നിന്റെ അഭിനയം എന്നോട് വേണ്ട. നീ എത്ര കുടിച്ചാലും നിനക്ക് തലയ്ക്ക് പിടിക്കില്ലെന്ന് എനിക്കറിയാം. മറ്റവനെ എണീക്കണം. നിങ്ങളാണ് സത്യം. ഇനി എനിക്ക് സൈഡ് ഡിഷ് വേണ്ട, മദ്യം ഞാൻ പച്ചക്ക് കുടിച്ചോളാം ചേച്ചി. ഇനി മേലാൽ കള്ളു കുടിക്കാൻ പറ്റാത്ത വിധത്തിൽ ആക്കി തരാം. വേണ്ട, എന്നെ വിട്ടേക്ക്. എനിക്കൊന്നും അറിഞ്ഞൂടാ. എനിക്കൊന്നും അറിഞ്ഞൂടാ. എന്നെ വിട്ടേക്ക്. നിന്നെ അടിച്ചാലും ചാകും, അടിച്ചില്ലെങ്കിലും നീ ചാകും. നിന്നെ അടിക്കുന്നതേ ഒരു ഗതികേടാ. എല്ലാവരും ഒരു കാര്യം ഓർത്തു വെച്ചോ. ഇനി ഇതുപോലുള്ള വിവരക്കേട് എന്തെങ്കിലും നിങ്ങൾ ചെയ്താലോ, ഈ പരിസരത്തെങ്ങാനും ഇനി നിങ്ങളെ കണ്ടാലോ, നിങ്ങളുടെ തൊലി ഉരുട്ടെടുക്കും. ഇത് ലക്ഷ്മിക്കുള്ളതാ. എന്താടാ എല്ലാരും കൂടെ ഇങ്ങനെ? അതൊന്നുമില്ല മാവ, നമ്മുടെ എന്ത് പ്രേതം ഉണ്ടല്ലോ, അതിനെന്തെങ്കിലും ചെയ്ത് തളയ്ക്കണം അമ്മാവ. നിങ്ങൾക്ക് അറിയാതെ മന്ത്രവാദികൾ ആരെങ്കിലും പറയോ? ഒന്നും ചെയ്യാൻ പറ്റത്തുണ്ടല്ലോ ഞാനിങ്ങനെ ഇരിക്കുന്നത്. ഇവന്മാര് പ്രേതത്തിന്റെ കൂടെ ജീവിച്ചിട്ട് അതിനെ ഓടിക്കാൻ പറയും. സമയം ശരിയില്ല എന്ന് തോന്നുന്നു. ഇവന്മാരെ വെച്ചൊരു ട്രയൽ നോക്കിയാൽ. എന്താ അമ്മാവ ആലോചിക്കുന്നേ? അമ്മാവ, ഇവിടെ അടുത്തൊരാളുണ്ട്. അയാള് സാധാരണ മനുഷ്യനല്ല.
നീ ആ ഗംഗാജലം എടുത്തിട്ട് വലതു ഭാഗത്തിരിക്കുക. നീ ഈ അക്ഷത എടുത്തിട്ട് ഇടത് ഭാഗത്തിരിക്കുക. ആ ശരി സ്വാമി. ഏടാ മിട്ടോ കിട്ടോ? ആ നിങ്ങൾ രണ്ടുപേരും എന്റെ പിന്നിലെ അപ്പൊ പുറകില് ഇതും പിടിച്ചോണ്ടിരിക്കുക. ആ ആ ഇപ്പൊ ആ പ്രേതത്തിന് ഞാൻ ആരാത് കാണിച്ചു കൊടുക്കാം. ഓം ഫട്ട് ഹ്രീം ഫട്ട് ഫടാ ഫട്ട് ഫട്ട് ഫടാ ഫട്ട്. ഓം ഫട്ട് പടപട പടപട. നീ എന്തിനാണ് അതിനെ തൊട്ടു നോക്കുന്നത്? എടാ പൊട്ട, അങ്ങോട്ട് നോക്കടാ. എന്നെ എന്തിനാടാ ഇങ്ങോട്ട് വിളിച്ചത്? ഒന്ന് കണ്ണുപൊത്തി കളിക്കാനാ. എടാ ശബ്ദം ഉണ്ടാക്കാതെ. എന്താ നോക്കി പേടിപ്പിക്കുക? ഞാനിതുപോലെ എത്ര അവളുമാരുടെ നോട്ടം കണ്ടിട്ടുണ്ടെന്ന് അറിയാവോ? സ്വാമിജി അവളെ പിടിച്ച് തിളക്കി, അല്ലെങ്കിൽ നമുക്ക് നല്ലോണം തല്ല് കിട്ടും. അവള് ശരിക്കും തല്ലുവോ? അതെ സ്വാമിജി, പൊതിരെ തല്ല് കിട്ടും. ആ വെള്ളം എടുത്ത് എന്റെ മുന്നിൽ പോയി. എന്തിനാ സ്വാമി, കൈ കഴുകാനാണോ? ഈ മാജിക് സൂപ്പറായിട്ടുണ്ട് സ്വാമിജി. ഞങ്ങൾ എങ്ങനെ ചിരിച്ചിട്ട് എത്ര നാളായെന്നറിയോ? ഞാൻ ചിരിപ്പിക്കുമ്പോ നിന്റെയൊക്കെ വയറ് വേദനിക്കണം. പോകും തോറും എങ്ങനെ ഞാൻ ചിരിപ്പിക്കുമെന്ന് നോക്കും. ഓം ഫട്ട് നന്നായിട്ട് വരട്ടുന്നുണ്ട് ഗുരുജി. സൂപ്പർ ഗുരുജി. ഇത് വെറും ടീച്ചറാ. മെയിൻ പിക്ചർ വരും നോക്കും. പാവ പോലെ ആടുന്നു കിട്ടും. അതാ വേണ്ടത്. മര്യാദക്ക് നീ ഇവിടുന്ന് പോവാൻ നോക്കിക്കോ. എന്നോട് പോകാൻ പറയാൻ ദുഃഖേറടി പാവക്കെ. ഇതിലിരുന്ന വെള്ളം എവിടെയാ? സ്വാമിജി ഇക്കെടുത്തപ്പോ ഞാനിതങ്ങ് കുടിച്ചു. വേദത്തിനും വെച്ച് വെള്ളം കുടിക്കാവടാ. വെള്ളമില്ല വേണ്ട, മന്ത്രം ചൊല്ലാനുള്ള അക്ഷതയുണ്ട്. അക്ഷത കൈത്താടാ. എന്താണ് ഇത്? അക്ഷത എവിടെ? അത് കള്ളിന് സൈഡ് ഡിഷ് ഇല്ലാത്തോണ്ട് അങ്ങനെ തിന്നു സ്വാമി. അങ്ങനെയാ? ഇതായിട്ട് എന്തിനാ ബാക്കി വെച്ചേ? വേണ്ട, ചട്ടിയ പല്ല് പൊട്ടും. ചിരിക്കല്ലേ, എന്റെ ചോര തിളക്കും. നിന്നെ എന്താ ചെയ്യുന്നെന്ന് കണ്ടോ? ചെറുനാരങ്ങ വെച്ച് എന്ത് ചെയ്യുമെന്ന് കണ്ടോ? എന്റെ ദൈവം ആരുടെ സ്വാമി സോറി. എന്താടാ നീ എന്നെ തളച്ചു വെക്കാൻ നോക്കുവാണോ? എനിക്കൊന്നും അറിയില്ല മോളെ. ഈ 4 പേരും കൂടി കാശ് തരാന്ന് പറഞ്ഞപ്പോ ആഗ്രഹം പൂത്ത് വന്നതാ മോളെ. ഞാൻ സ്വാമിജിയല്ല, മായ മന്ത്രമൊന്നും എനിക്ക് അറിയില്ല മോളെ. ഇതാ നീ വെച്ചോ. ഈ മീശ നീ തന്നെ വെച്ചോ. ആരല്ലേ